മതനിരപേക്ഷ ശക്തികൾക്ക് ഊർജ്ജം പകരുന്നതാണ് വിജയമെന്ന് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും തൃശൂരിൽ ബിജെപി ജയിച്ചത് കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ ഭാഗമാണെന്നും കെ രാധാകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് പോവുകയാണ് നമ്മുടെ സ്വന്തം കെ രാധാകൃഷ്ണേട്ടൻ. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ ഇനി പുതിയൊരു പദവി ഏറ്റെടുക്കാൻ പോവുകയാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് നമ്മൾ ആലത്തൂർ മണ്ഡലത്തിൽ അനുസരിച്ചത്. റിസൾട്ട് വന്നപ്പോൾ ജയിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം ഇനി നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കും. ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? നിലവിൽ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെച്ച ആശയം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയം, അതായത് നമ്മുടെ രാജ്യത്ത് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് വരണം, അല്ലെങ്കിൽ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അവർ ഈ അധികാരത്തിൽ നിന്ന് പോകണം. കാരണം നമ്മുടെ മതേതരത്വം തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചവർ. എല്ലാ രംഗത്തും നമ്മുടെ നാടിനെ, രാജ്യത്തെ പുറകോട്ടടിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ വർഗീയ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകണമെന്നുള്ള പ്രചാരവേല ഇപ്പോൾ തുടങ്ങിയതല്ല. നേരത്തെ തൊട്ട് നിരന്തരമായി ഇടതുപക്ഷ മുന്നണി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇടതുപക്ഷ മുന്നണി വെച്ച ആശയം വലുതാണ്. ഇടതുപക്ഷ മുന്നണിക്ക് വലിയ നേട്ടം, ഉയർന്ന നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ആ ആശയത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് നമ്മൾ. തൃശ്ശൂരിൽ ഇപ്പം BJP അക്കൗണ്ട് തുറന്നു. BJP അക്കൗണ്ട് തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും ഭാവിയിൽ. അവിടെ ഇപ്പം കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിരുന്നു ഒന്നാമത്, ഇപ്പോൾ അവർ മൂന്നാമതായി. കോൺഗ്രസ് എടുത്ത ചില നിലപാടുകളാണ് അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത്. ഇടതുപക്ഷ മുന്നണി വിജയിക്കരുത് എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയെടുത്ത നിലപാടുകളാണ് അവിടെ അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായത്. ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് പൊതുവേ നമ്മുടെ രാജ്യത്ത് ഈ സമയത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു മതേതര ഗവൺമെൻറ് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കാൻ വേണ്ടി പോകുക. അപ്പം മതേതര ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ശ്രമവും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നു. ആലത്തൂരിൽ പുതുതായിട്ട് എന്താണ് ഒരു കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാടുകൾ? ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അത് സത്യസന്ധമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകും. എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവാണ് കെ രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ ഇപ്പോൾ കൈരളി TV യുമായി പങ്കുവച്ചത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.